Dear students, now let us study the new chapter, Quest for a Theory of Everything. Quest for a Theory of Everything by Kitty Gale Ferguson is a short profile of Stephen Hawking, one of the most remarkable figures of our age. You know who is Stephen Hawking? Stephen Hawkingനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ? സ്റ്റീഫൻ ഹോക്കിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ ഫിഗേഴ്സ് ഓഫ് അവർ ഏജ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനിൽ ഒരാള്. അതുപോലെ തന്നെ ഒരു കാംബ്രിഡ്ജ് ജീനിയസ് ആണ്. ഓൾസോ ഈസ് ദ മോസ്റ്റ് ബ്രില്യന്റ് തിയറിറ്റിക്കൽ ഫിസിക്സ് സിൻസ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന് ശേഷം ഏറ്റവും ബുദ്ധിമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. പക്ഷെ സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന്റെ പ്രത്യേകതകൾ എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഒരു സയന്റിസ്റ്റ് ആയത്? അദ്ദേഹത്തെ നമ്മളിൽ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഘടകം എന്താണ്? അതിനു മുമ്പ് വി ലുക്ക് അറ്റ് ദി ഓഥർ. About the author, Kitty Gale Ferguson is a science writer, lecturer and a professional musician. She has written many science books and biographies. Her works are known for their details and accuracy. She is known for her simple explanation of complicated scientific principles. കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഒരു സയൻസ് എഴുത്തുകാരിയും ലെക്ചററും ഒരു പ്രൊഫഷണൽ ഗായികയുമാണ്. ഒരുപാട് ശാസ്ത്ര പുസ്തകങ്ങളും ജീവചരിത്രങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ കൃതികൾ കൃത്യതയ്ക്കും വിവരണങ്ങൾക്കും പ്രസിദ്ധി കേട്ടവയാണ്. She is known for her ability to explain very complicated scientific concepts. വളരെ കുഴഞ്ഞു മറിഞ്ഞ ശാസ്ത്ര തത്വങ്ങൾ വളരെ എളുപ്പമായ രീതിയിൽ വിവരിക്കുന്നതിലുള്ള അവരുടെ ആ ഒരു കഴിവ് അത് വളരെയധികം പ്രസിദ്ധിയാർജിച്ചതാണ്. In this unit, we have seen two more people, APJ Abdul Kalam, Abraham Lincoln. They are well dedicated and hardworking personalities. Now let us study Stephen Hawking. What is his speciality? ഒരുപാട് ഗ്രേറ്റ് പീപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ ഗ്രേറ്റ് പീപ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ ആണ്. ഇവിടെ സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനുള്ളത്. കാരണം APJ അബ്ദുൽ കലാം ആണെങ്കിൽ തന്നെ ചെറുപ്പത്തിൽ ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലായിരുന്നു, അബ്രഹാം ലിങ്കണും. ബട്ട് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന്റെ പ്രത്യേകത ഫിസിക്കലി ചാലഞ്ചഡ് ആണ്. എന്താ ഫിസിക്കലി ചാലഞ്ചഡ് എന്ന് പറഞ്ഞാൽ? സാധാരണ ആൾക്കാരെ പോലെയുള്ള ഫിസിക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സ്റ്റീഫൻ ഹോക്കിങ്ങിനില്ല. 98-99% അംഗഭംഗം അതല്ലെങ്കിൽ ഹാൻഡിക്കേപ്ഡ് നമ്മൾ പറയാൻ പാടില്ല, അംഗപരിമിതിയുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. കാരണം അദ്ദേഹം ഓൾവേസ് ഇൻ വീൽ ചെയർ, സദാസമയവും വീൽ ചെയറിലാണ്. ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം 21 വയസ്സ് മുതൽ തള്ളി നീക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് ഏത് വർഷമായിരുന്നു? 2018 മാർച്ച് 14 അദ്ദേഹം മരിക്കുന്നതും അദ്ദേഹത്തിന്റെ 76-ാമത്തെ വയസ്സിൽ. അപ്പൊ അത്രയും കാലം വീൽ ചെയറിൽ ഇരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പക്ഷെ അദ്ദേഹം വെറുതെ അല്ല ഇരുന്നത്. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? സ്പേസിനെ കുറിച്ച്, ബഹിരാകാശത്തെ കുറിച്ചും അവിടെ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ എഴുതി തയ്യാറാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ 8-ാമത്തെ വയസ്സിലുള്ള അംബീഷൻ അദ്ദേഹം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഇതുപോലത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു? അപ്പൊ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം പറഞ്ഞു, ഏകദേശം അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും പാരലൈസ്ഡ് ആണ്, തളർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫിംഗർ ടിപ്പ്, അതായത് വിരലിന്റെ അറ്റവും മുഖത്തിന്റെ കുറച്ച് പേശികളും മാത്രമേ അദ്ദേഹത്തിന് അനക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ലെവലിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത്, കൂടാതെ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള ഓരോരോ സിദ്ധാന്തങ്ങളും അദ്ദേഹം വിവരിച്ചു കൊടുക്കുന്നതും അതുകൊണ്ടാണ്. Dr. Kalam exhorts everybody to be unique in his or her own way. There are many people who have proved their uniqueness even while fighting adversities and limitations.
Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. ഡോക്ടർ കലാം എല്ലാവരോടും അവരവരായിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഡോക്ടർ കലാം എക്സോർട്സ് ചെയ്ത ടു ബി യുണീക്ക്, അല്ലെ? എല്ലാവരും യുണീക്ക് ആവണം, എല്ലാവരും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളായി അവരുടെ കഴിവുകൾ തെളിയിക്കണമെന്നാണ് കലാം പറഞ്ഞത്. വളരെയധികം കുറവുകൾ ഉണ്ടായിട്ടും അപ്പൊ ചില ആൾക്കാർ ദർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് അപ്രൂവ്ഡ് ദെയർ യുണീക്ക്നെസ്, അവരുടെ യുണീക്ക്നെസ് തെളിയിച്ചത് എങ്ങനെയാണ്? ഫൈറ്റിംഗ് അഡ്വേഴ്സിറ്റീസ് എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് മല്ലിട്ടില്ലെങ്കിൽ പോരാടിക്കൊണ്ടാണ്. അതിന്റെ ലിമിറ്റേഷൻസ്, ഒരുപാട് കുറവുകൾ ഉണ്ടാവും. ആ കുറവുകളൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതകഥ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കലാമിനെ തന്നെ പറയാം, അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻ ഫിനാൻഷ്യലി അദ്ദേഹം വളരെയധികം ബാക്കിലായിരുന്നു എന്നുള്ളതാണ്. ഇനി അഡ്വേഴ്സിറ്റി അതൊക്കെയാണ്, പ്രതികൂല സാഹചര്യങ്ങളാണ്, അതിലേക്ക് നമുക്ക് എത്താൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് ഈ ജനങ്ങളൊക്കെ യുണീക്ക്നെസ് ആവുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സ് പ്രൊഫൈൽ reveals how he has overcome his disabilities to become the supernova of physics. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഈ കഥ കാണിക്കുന്നത് അദ്ദേഹം തന്റെ പരിമിതികളെ എങ്ങനെ തരണം ചെയ്തു എന്നും ഫിസിക്സിൽ എങ്ങനെ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി മാറി എന്നുമാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? സൂപ്പർനോവ ഓഫ് ഫിസിക്സ്, തിളങ്ങുന്ന ഭൗതിക ശാസ്ത്രത്തിലെ തിളങ്ങുന്ന നക്ഷത്രം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ്. എന്താ അതിന്റെ മീനിങ്? ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ് എന്ന് പറഞ്ഞാല് എല്ലാത്തിനെ പറ്റിയുള്ള ഒരു തിയറിക്കുള്ള അന്വേഷണം, ഒരു സിദ്ധാന്തത്തിന് വേണ്ടിയുള്ള അന്വേഷണം. ക്വസ്റ്റ് മീൻസ് സെർച്ചിങ്, അതായത് അന്വേഷണമാണ്. അത് ആരാണ് എഴുതിയിരിക്കുന്നത്? കിറ്റി ഗെയിൽ ഫെർഗൂസൺ. ആരുടെ ബയോഗ്രഫിയാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബയോഗ്രഫിയാണ്. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവിത കഥയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രൊഫൈലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. In the Cockcroft Lecture Room on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing two-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. In the Cockcroft Lecture Room, ഈ കോക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറഞ്ഞാൽ ആൻ ഓഡിറ്റോറിയം ഇൻ കാംബ്രിഡ്ജ്, ഇംഗ്ലണ്ടിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് കോക്രോഫ്റ്റ് തിയേറ്റർ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ 2 യൂണിവേഴ്സിറ്റികളാണ്, ഒന്ന് ഓക്സ്ഫോർഡ്, രണ്ടാമത്തത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഏപ്രിൽ 29, 1980 കുറേ സയൻറ്റിസ്റ്റ്, അതായത് ശാസ്ത്രജ്ഞരും ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്, യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖരായ വിശിഷ്ട വ്യക്തികളും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഗ്യാതേർഡ്, ഒരുമിച്ച് കൂടുക, ഇൻ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്. എന്താ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ് പറഞ്ഞാൽ? ടയേർഡ് ലെക്ചർ സീറ്റിംഗ് ആണ്, അറേഞ്ച്ഡ് ഇൻ സ്ലോപ്പിംഗ് ടയേഴ്സ് സോ ദാറ്റ് ദ സ്പെക്ടേറ്റേഴ്സ് ഇൻ ദ ബാക്ക് ക്യാൻ സീ ഓവർ ദ ഹെഡ്സ് ഓഫ് ദോസ് ഇൻ ഫ്രണ്ട്. കാരണം കുത്തനെയുള്ള സീറ്റുകൾ, സ്ലോപ്പായിട്ടുള്ള സീറ്റുകൾ, അങ്ങനെ സീറ്റ് ഇട്ടെങ്കിൽ ലാസ്റ്റിൽ അല്ലെങ്കിൽ ബാക്ക് റോയിലിരിക്കുന്ന ആൾക്കാർക്ക് ഫ്രണ്ടിലേക്ക് നേരെ കാണാൻ സാധിക്കുള്ളൂ. അതാണ് ടയേഴ്സ് ഓഫ് സീറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ദെൻ ഫേസിങ് 2-story wall of chalkboard and slide screen. അവർ ഫേസ് ചെയ്യുന്നത് 2-story wall of സ്റ്റീപ്പ് പറഞ്ഞാൽ കുത്തനെയുള്ള, അല്ലെങ്കിൽ ടയർ എന്ന് പറഞ്ഞാൽ നിരകൾ. അപ്പോൾ കുത്തനെ നിരനിരയായിട്ടിരിക്കുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിലാണ് അവരിയ്ക്കുന്നത്. അതും ഫേസ് ചെയ്തിരിക്കുന്നത് 2-story wall of chalkboard, 2 നിരയുള്ള ഒരു ചോക്ക് ബോർഡിനെയും സ്ലൈഡ് സ്ക്രീനെയും ഫേസ് ചെയ്തിട്ടുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. ദ ഒക്കേഷൻ വാസ് ദ ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലുക്കാഷ്യൻ പ്രൊഫസർ. അപ്പോൾ എന്തിനു വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നത്? ഒരു ഇനാഗുറൽ ലെക്ചറാണ്, ഒരു ഉദ്ഘാടന പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആരാണത് അവതരിപ്പിക്കുന്നത്? ബൈ എ ന്യൂ ലുക്കാഷ്യൻ പ്രൊഫസർ. ഈ ലുക്കാഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രസ്റ്റീജ്, one of the most prestigious academic post in the world. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രസ്റ്റീജ് പോസ്റ്റാണ് ഈ ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത്. അവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ പ്രൊഫസറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1970 അദ്ദേഹം 2009 വരെ ആ പോസ്റ്റ് തന്നെയായിരുന്നു. മാത്തമാറ്റിക്സിൽ അതുപോലെ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ്
ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇതിനു മുമ്പ് ഐസക് ന്യൂട്ടൺ, ചാൾസ് ബാബേജ് ഒക്കെയാണ് ആ സീറ്റിൽ അർഹരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത് പെർറ്റൈനിങ് ടു ഹെൻറി ലൂക്കാസ്. അപ്പോൾ ഹെൻറി ലൂക്കാസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ്റെ ഒരു പേരിലാണിത് അറിയപ്പെടുന്നത്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മെമ്പർ ഓഫ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഹെൻറി ലൂക്കാസ്. ദെൻ 38-year-old മാത്തമാറ്റീഷ്യൻ, അപ്പോൾ 38 വയസ്സ് പ്രായമുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആണ് അദ്ദേഹം. മാത്തമാറ്റീഷ്യൻ ഗണിതശാസ്ത്രത്തിൽ പ്രൊഫസറാണ് അദ്ദേഹം. ആൻഡ് ഫിസിസിസ്റ്റാണ്. ഫിസിസിസ്റ്റ് മീൻസ് ഭൗതിക ശാസ്ത്രജ്ഞൻ, അതല്ലെങ്കിൽ ഊർജ്ജ തന്ത്രശാസ്ത്രജ്ഞൻ. ആൻഡ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു ഉദ്ഘാടന പ്രബന്ധം കേൾക്കുന്നതിന് വേണ്ടിയാണ് അവിടെ അത്രയും ജനങ്ങൾ മീൻസ് പ്രശസ്തരായ വ്യക്തികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എവിടെയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? കോക്രോഫ്റ്റ് ലെക്ചർ റൂമിലാണ്. അതും വർഷം എന്നാണ് 1980 April 29. അറിയാലോ. ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ലെക്ചറിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു? ഒരു ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം തുടങ്ങിയിരുന്നത്. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ്? എന്തായിരുന്നു ആ ചോദ്യം? തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്ന് വെച്ചാൽ ഭൗതികശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ ആരംഭിക്കുന്നത്. ഹോക്കിംഗ് സ്റ്റാർട്ടിൽഡ് ഹീസ് ലിസണേഴ്സ് ബൈ അനൗൺസിങ് ദാറ്റ് ഹീ തോട്ട് ഇറ്റ് വാസ്. അദ്ദേഹം യെസ് എന്ന് പറഞ്ഞതോട് കൂടി തന്നെ അവിടെ കൂടിയിരിക്കുന്ന ലിസണേഴ്സ്, അതായത് ആ ഓഡിയൻസ് മുഴുവനും ഞെട്ടിപ്പോയി. ദേ വേർ സ്റ്റാർട്ടിൽഡ് മീൻസ് ദ ലിസണേഴ്സ് വേർ സർപ്രൈസ്ഡ് വെൻ ഹോക്കിംഗ് സെഡ് ഇറ്റ് വാസ്. ഹോക്കിംഗ് ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ദ സ്പേസ് ആൻഡ് ടു ഫൈൻഡ് sensational listeners by announcing he invited them to join him in a sensational escape through time and space to find the holy grail of science. എന്നിട്ട് അദ്ദേഹം അവരെ ഒരു അന്വേഷണ യാത്രയ്ക്ക് ക്ഷണിച്ചു. ഏതായിരുന്നു അന്വേഷണ യാത്ര? ദ സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. സയൻസിൻ്റെ പാനപാത്രങ്ങളായ സ്പേസിനെയും ടൈമിനെയും കുറിച്ച് പഠിക്കാൻ. സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസിൽ കൂടിയും, അതായത് ബഹിരാകാശത്ത് കൂടിയും സമയത്തിൽ കൂടിയുമുള്ള ഒരു യാത്രയായിരിക്കും അത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനാണ് അദ്ദേഹം അവരെ ക്ഷണിക്കുന്നത്. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്. ആ ഒരു സിദ്ധാന്തം ഈ പ്രപഞ്ചത്തെ പറ്റിയും അതുപോലെ തന്നെ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ, പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയുമുള്ളൊരു സിദ്ധാന്തമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അവരെ ക്ഷണിക്കുന്നത്. Stephen Hawking sat silently in a wheelchair while one of his students read lecture to the assembled company. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു വീൽ ചെയറിലിരിക്കുന്നു. വീൽ ചെയർക്ക് എന്തെന്നറിയാലോ? വീൽ ചെയറിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി അദ്ദേഹം തയ്യാറാക്കിയിരുന്ന ആ ഒരു ലെക്ചർ, ആ പ്രബന്ധം ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടു ദ അസംബിൾഡ് കമ്പനി, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് എലോൺ, Hawking did not seem promising a choice to lead any adventure. ഒരു വലിയ സാഹസിക യാത്രയ്ക്ക് പറ്റിയ ഒരാളായി ഹോക്കിങ്ങിനെ കാണപ്പെട്ടില്ല. ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക നോക്കിക്കഴിഞ്ഞാൽ, ശാരീരിക രീതി മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഹോക്കിംഗ് ഡിഡ് നോട്ട് സീം പ്രോമിസിങ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ. അദ്ദേഹം പറഞ്ഞ ഈ സാഹസിക യാത്ര ഉണ്ടല്ലോ, അതായത് സ്പേസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും പഠിക്കുന്ന ആ ഒരു സാഹസിക യാത്രയ്ക്ക് പറ്റിയ ഒരാളായിട്ട് അദ്ദേഹത്തെ കാണപ്പെട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അല്ലേ? വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും? അതല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ദ ബ്രില്യൻറ്റ് ആൻഡ് ജീനിയസ് ഓഫ് സയൻസ്. ഇനി സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റീഫൻ ഹോക്കിംഗ് എപ്പോഴാണ് ജനിച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെയുള്ളത്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8th January 1942. 1942 ജനുവരി 8 അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ് ജനിച്ചത്? ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗലീലിയോയുടെ മരണത്തിൻ്റെ 300ാം വാർഷികമായിരുന്നു അക്കൊല്ലം. സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ച അന്ന് ഗലീലിയോ മരിച്ചിട്ട് 300ാമത്തെ വാർഷികമായിരുന്നു. ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ്. ഗലീലിയോ ആരാണ്?
ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗലീലിയോ മരിച്ചതിൻ്റെ 300-ാം വാർഷികം ആഘോഷിക്കുന്ന അന്നാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിക്കുന്നത്. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, സ്റ്റീഫൻസ് പാരൻസ് വേർ നോട്ട് റിച്ച്. അവിടെ പറഞ്ഞ് സ്റ്റീഫൻ്റെ പാരൻസിൻ്റെ പേരാണ് ഇസബൽ ഹോക്കിംഗ് ആൻഡ് ഫ്രാങ്ക് ഹോക്കിംഗ്. മനസ്സിലായോ? ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ് ആർ ഹിസ് പാരൻസ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ട്. ഹൗ ഡിഡ് ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ദി ഓഡിയൻസ്? എങ്ങനെയാണ് ഹോക്കിംഗ് ഓഡിയൻസിനെ ഞെട്ടിച്ചത്? എങ്ങനെയാണ് ഹോക്കിംഗ് ഓഡിയൻസിനെ ഞെട്ടിച്ചത്? ഹീ സ്റ്റാർട്ടിൽ ഹിസ് ഓഡിയൻസ് ബൈ ടെല്ലിംഗ് ദം that there was an end of sight for theoretical physics. He invited them to join in a sensational escape through time and space. അല്ലേ? സിദ്ധാന്തപരമായ ഭൗതികശാസ്ത്രത്തിൻ്റെ അവസാനമായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോക്കിംഗ് തൻ്റെ ശ്രോതാക്കളെ ഞെട്ടിച്ചത്. സമയത്തിലൂടെയും ദൂരത്തിലൂടെയുമുള്ള ഉത്തേജകമായ ഒരു ഒളിച്ചോട്ടത്തിലേക്ക് അദ്ദേഹം അവരെ കൊണ്ടുപോയി. അതാണ് സെൻസേഷണൽ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഉത്തേജകമായ ഒരു ഒളിച്ചോട്ടം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതോടു കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഞെട്ടിച്ചത്. അദ്ദേഹം കൊണ്ടുപോയത് എവിടേക്കാണ്? സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ദി ടൈം ആൻഡ് സ്പേസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യത്തിലേക്ക് നോക്കാം. Stephen Hawking did not appear to be a promising choice to lead any adventure. ഒരു സാഹസികത നിറഞ്ഞ സംരംഭത്തെ നയിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയല്ല സ്റ്റീഫൻ ഹോക്കിംഗ് കാണപ്പെട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സ്റ്റീഫൻ ഹോക്കിംഗ് എവിടെയായിരുന്നിരുന്നത്? സ്റ്റീഫൻ ഹോക്കിംഗ് sitting in a wheelchair, അല്ലേ? And one of his students was reading his lecture to the audience. His appearance was not healthy and naturally he did not appear to be promising choice to lead any adventure. കാരണം ചക്രങ്ങൾ വെച്ചൊരു കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരാൾക്ക് ഒട്ടും ആരോഗ്യപരമായിട്ടൊട്ടും അതിന് യോജിച്ചതല്ല, ഒരു സാഹസിക യാത്രക്ക് യോജിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി വാസ് സിറ്റിംഗ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആണ് അദ്ദേഹത്തിന് ലെക്ചറൊക്കെ വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കാരണം അദ്ദേഹം ഒന്നുകൊണ്ടും ഒരു അഡ്വഞ്ചറസിന് തയ്യാറല്ല എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻ എ പേഴ്സൺ ബി ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ? ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്. ഒരു വ്യക്തിയെ നമുക്ക് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട്, ശാരീരിക പ്രകൃതി അളന്നുകൊണ്ട് നമുക്ക് അയാളെ വിലയിരുത്താൻ സാധിക്കുമോ? കാഴ്ച കൊണ്ട് മാത്രം ഒരാളെ നമുക്ക് വിലയിരുത്താനാകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും എ പേഴ്സൺ കനോട്ട് ബി ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ, അല്ലേ? കാരണം ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ അവർക്ക് കണ്ണില്ല, കാതില്ല, അതുപോലെ തന്നെ ഒരുപാട് അംഗഭംഗങ്ങൾ സാധിച്ചിട്ടുണ്ട്. സംഭവിച്ച ആൾക്കാർ മുഴുവനും പ്രശസ്തരായിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ഒരാളെ അളക്കാൻ സാധിക്കില്ല. ദിസ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ അപ്പിയറിങ് ഫിസിക്കൽ അപ്പിയറൻസ്. കൺസിഡറിങ് ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരാളെ വിലയിരുത്താൻ സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, സ്റ്റീഫൻസ് പാരൻസ് വേർ നോട്ട് വെൽത്തി. പറഞ്ഞു കഴിഞ്ഞു. 1942 ജനുവരി 8 ഫ്രാങ്കിൻ്റെയും ഇസബൽ ഹോക്കിങ്ങിൻ്റെയും മകനായിട്ടാണ് വില്യം സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. ദേ വേർ നോട്ട് വെൽത്തി. അവർ അത്രയ്ക്ക് സമ്പന്നരായിരുന്നില്ല. അതായത് ഹോക്കിങ്ങിൻ്റെ പാരൻസ് അത്രയ്ക്ക് സമ്പന്നരായിരുന്നില്ല, അവർ ധനികരായിരുന്നില്ല. ദേ വേർ നോട്ട് റിച്ച് ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ, അതായത് മേന്മയിൽ വിശ്വാസമുള്ളവരായിരുന്നു. Then, so they planned for Stephen to go to Westminster, a famous public school in the heart of London. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ലണ്ടനിലുള്ള ഒരു വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂളിൽ വിടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ആ സമയം അസുഖം ബാധിക്കുകയും സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ സാധിക്കാതെ വരികയും ചെയ്തു. Therefore, he attended the local സെൻറ്റ് ആൽബൻ സ്കൂൾ. അതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അവർ ഏത് സ്കൂളിലാണ് ചേർത്തിയത്? സെൻറ്റ് ആൽബൻ സ്കൂളിലാണ് അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലേക്ക് പോകാൻ അവിടെ ദേ കാണ്ട് അഫോർഡ് ദ ഫീ ഓഫ് ദാറ്റ് സ്കൂൾ. സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിക്കുമായിരുന്നില്ല. ബിക്കോസ് ഹിസ് പാരൻസ് വേർ നോട്ട് റിച്ച്. കാരണം അവരുടെ പേരൻസ് അത്ര റിച്ച് ഒന്നും ആയിരുന്നില്ല. ബൈ ദ ടൈം ഹി വാസ് 8,
അങ്ങനെയാണ് അദ്ദേഹം സെൻറ്റ് ആൽബൻസ് സ്കൂളിൽ പഠിക്കുന്നത്. ബൈ ദ ടൈം ഹി വാസ് 8, അങ്ങനെ 8 വയസ്സായപ്പോഴേക്കും ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമിങ് സയൻറ്റിസ്റ്റ്. 8-ാം വയസ്സിൽ അവൻ ഒരു ശാസ്ത്രജ്ഞനാവണമെന്ന് തീരുമാനിക്കുന്നു. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ഒരു ഡോക്ടർ ആവാനാണ് പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ്. പക്ഷേ അദ്ദേഹത്തിന് ബയോളജിയോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ബയോളജിക്ക് ഇംപ്രസൈസ് ആണ്, കൃത്യതയില്ല എന്നായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ്. He wanted a subject in which he could look for exact answers and get to the root of the things. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഉത്തരം തരുന്നൊരു വിഷയം പഠിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കാരണം അവന് കൃത്യമായ ഉത്തരങ്ങൾ വേണമായിരുന്നു. അത് എവിടെ നിന്നാണ് കിട്ടിയതെങ്കിൽ എങ്ങനെ കിട്ടി എന്നുള്ള ആൻസർ കറക്റ്റായിട്ട് അവന് അറിയണമായിരുന്നു. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന് താല്പര്യം. യങ് സ്റ്റീഫൻ വാസ് നോട്ട് പ്രോഡിജി. യങ് സ്റ്റീഫൻ വാസ് നോട്ട് എ മിറാക്കിൾ ബോയ്. അങ്ങനെ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. ഹീസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ്. സാധാരണ ഒരു കുട്ടിയായിരുന്നു. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. ഒരു സാധാരണ കുട്ടിയായി അവന് വളരുകയും ചെയ്തു. സാധാരണ സ്കൂളിലാണ് അവൻ പഠിച്ചതും. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. അവൻ വായിക്കാൻ പഠിക്കാനായി അവൻ കുറേ സമയമെടുത്തു. സ്ലോ ലേണറായിരുന്നു വായിക്കുന്ന കാര്യത്തിൽ. അവൻ്റെ കൈയക്ഷരം വളരെ മോശമായിരുന്നു. കാരണം ടീച്ചേഴ്സിനൊക്കെ വളരെ നിരാശയായ ഒരു സംഭവമായിരുന്നു അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്. ദെൻ അവൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വളരെ മിടുക്കരാക്കിയിരുന്നു. കാരണം ഒരിക്കലും അതുകൊണ്ട് തന്നെ അവന് ഏറ്റവും മുകളിൽ വരാൻ പറ്റാതെയാവുമെന്ന് അവൻ കരുതി. കാരണം ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്. അവൻ്റെ ക്ലാസ്സിൻ്റെ റാങ്കിൻ്റെ കാര്യത്തിൽ അവൻ ഒരു പകുതി വരെ അവൻ ഉയരാൻ സാധിച്ചിരുന്നില്ല. അവനതിന് കണ്ടെത്തിയ സൊല്യൂഷൻ എന്തായിരുന്നു? നൗ സെയ്സ് ഇൻ ഹിസ് ഓൺ ഡിഫെൻസ്. അവൻ്റെ ആ ഒരു ഡിഫെൻസ് മറക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നീട് തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അവൻ പറയുമായിരുന്നു, അവൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഭയങ്കര മിടുക്കന്മാരാണ്, വളരെ മിടുക്കന്മാരായിരുന്നു. ഇറ്റ് വാസ് വെരി ബ്രൈറ്റ് ക്ലാസ്. കാരണം ആ ക്ലാസ്സിലെ പിള്ളേർ മുഴുവൻ നല്ല മിടുക്കരാണെന്ന് എപ്പോഴും അവന് പറയുമായിരുന്നു. അതുകൊണ്ടാണ് അവന് ഏറ്റവും മുകളിൽ വരാൻ സാധിക്കാത്തത്. റാങ്കിൻ്റെ കാര്യത്തിൽ ഹയ്യസ്റ്റ് ആവാൻ അവന് സാധിക്കാത്തത് അവൻ പറയുമായിരുന്നു. അറ്റ് 14, അങ്ങനെ 14-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ന്യൂ ദാറ്റ് ഹി വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഹോക്കിങ് കണക്കും ഫിസിക്സും പഠിക്കാൻ തീരുമാനിക്കുന്നു. ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ, ഫോർ ദർ വെർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. പക്ഷേ അദ്ദേഹം വിചാരിച്ചു കണക്ക് പഠിച്ച് അദ്ദേഹത്തിൻ്റെ ഫാദറിന് അവന് കണക്ക് പഠിക്കുന്നതിനെതിരായിരുന്നു. കാരണം അദ്ദേഹം വിചാരിച്ചു കണക്ക് പഠിച്ചാൽ ആകെ കിട്ടാൻ സാധ്യതയുള്ള ജോലി അധ്യാപകൻ്റേത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപനം അല്ലാതെ വേറൊരു ജോലിയും കണക്ക് പഠിച്ചാൽ കിട്ടില്ല എന്ന് ഫാദർ തറപ്പിച്ച് പറഞ്ഞു. മോർ ഓവർ ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് നോ മാത്തമാറ്റിക്സ്. അദ്ദേഹം ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അതുകൊണ്ട് തൻ്റെ മകനും അവിടെ പഠിക്കണമെന്ന് അയാൾ ചിന്തിച്ചു. പക്ഷേ ഓക്സ്ഫോർഡിൽ നോ മാത്തമാറ്റിക്സ് എന്തുണ്ടായിരുന്നില്ല? ഓക്സ്ഫോർഡിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല, കണക്കുണ്ടായിരുന്നില്ല. ഹീ ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. അങ്ങനെ ഫാദറിൻ്റെ ഉപദേശപ്രകാരം അവൻ ജോയിൻ ചെയ്തു. ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോയിൻ ചെയ്തു. സ്റ്റഡിഡ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്. പിതാവിൻ്റെ ആശയ്ക്കനുസരിച്ച് ഹോക്കിംഗ് കെമിസ്ട്രിയും ഫിസിക്സും വളരെ കുറച്ച് മാത്സും ഉള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. ദെൻ ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്, അങ്ങനെ ഈ ഓക്സ്ഫോർഡിലേക്കുള്ള എൻട്രൻസ് എക്സാമിൻ്റെ തയ്യാറെടുപ്പിൽ ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി ആക്സെപ്റ്റഡ്. അവന് ഫിസിക്സിൽ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് ഓക്സ്ഫോർഡിൽ പഠിക്കാനും വളരെ ബ്രില്യൻ്റായിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അവനെ കൊണ്ട് സാധിച്ചു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കാരണം ഹി ഗോട്ട് എ സീറ്റ് ഇൻ ഓക്സ്ഫോർഡ്. അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഇൻ 1959 അറ്റ് ദ ഏജ് ഓഫ് 17, അങ്ങനെ 1959 17-ാമത്തെ വയസ്സിൽ ഹോക്കിംഗ് വെന്റ് ടു ഓക്സ്ഫോർഡ്. ഹോക്കിംഗ് ഓക്സ്ഫോർഡിലേക്ക് പോകുന്നു ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. എന്ത് പഠിക്കാനാണ് പോകുന്നത്? നാച്ചുറൽ സയൻസ് പഠിക്കാനാണ് പോകുന്നത്. നാച്ചുറൽ സയൻസ് എന്ന പ്രകൃതി ശാസ്ത്രം പഠിക്കാനാണ് അവൻ പോകുന്നത്. അതിൽ ഫിസിക്സ് സ്പെഷ്യലൈസ് ചെയ്യാനും അവൻ തീരുമാനിക്കുന്നു. ദെൻ ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ് ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ്. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ കോളേജ്, അതായത് അച്ഛൻ പഠിച്ച അതേ കോളേജിൽ തന്നെ ദ ഓൾഡസ്റ്റ്
at Oxford, founded in 1249. 1249 തുടങ്ങിയതാണ് ആ കോളേജ്. ആ യൂണിവേഴ്സിറ്റി കോളേജിലെ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു കോളേജാണ്. ഓക്സ്ഫോർഡിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റി കോളേജിലാണ് അവൻ ചേർന്നത്. ആ യൂണിവേഴ്സിറ്റി കോളേജ് 1249 തുടങ്ങിയത്. അവൻ്റെ പിതാവും അവിടെയാണ് പഠിച്ചത്. അപ്പോൾ പിതാവ് പഠിച്ച അതേ കോളേജിൽ തന്നെ അവൻ പഠിക്കാൻ തീരുമാനിച്ചു. നെവേർത്ത്ലെസ് ഫോർ അബൌട്ട് എ ഇയർ ആൻഡ് ഹാഫ് ഹോക്കിംഗ് വാസ് ലോൺലി ബോർഡ്. അപ്പോൾ ഒരു കൊല്ലം ഹോക്കിംഗ് ഒറ്റപ്പെട്ട പോലെ പഠനം ആകെ ബോറിംഗ് ആയിരുന്നു അവന്. ഫോർ അബൌട്ട് എ ഇയർ ആൻഡ് ഹാഫ്, ഏകദേശം 1.5 വർഷക്കാലം ഹോക്കിംഗ് വാസ് ലോൺലി. 1.5 വർഷക്കാലം അദ്ദേഹത്തിന് ആകെ ഒറ്റപ്പെടലും ബോറിങ്ങും അനുഭവപ്പെട്ടു. ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സൈറ്റിംഗ് ഹിംസെൽഫ് അക്കാദമിക്കലി, ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. തൻ്റെ പഠിത്തത്തിൽ കേമനാകണമെന്ന് ആശ അവൻ ഇല്ലാത്തതുപോലെയായിരുന്നു. കാരണം പഠിക്കാനുള്ള ശ്രദ്ധ അവന് കിട്ടിയിരുന്നില്ല ആ കാലഘട്ടം. പക്ഷേ 2ാം കൊല്ലം പകുതിയായപ്പോഴേക്കും ഓക്സ്ഫോർഡ് അവൻ ആസ്വദിക്കാൻ തുടങ്ങി. ഓൾവേസ് ഹാഫ് ത്രൂ ദ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ് ലൈഫ് അവന് ആസ്വദിക്കാൻ തുടങ്ങി. ഹി ബിക്കെയിം പോപ്പുലർ, അവൻ വളരെയധികം ജനപ്രസിദ്ധി നേടിയവനായിരുന്നു. ആൻഡ് വെൽ ആക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ്, സ്വന്തം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവൻ നല്ല അംഗീകാരം കിട്ടുന്നവനായിരുന്നു. ദെൻ പിയേഴ്സ് എന്ന പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരുടെ, ദേ റിമെമ്പർ ഹിം ആസ് ലൈവിൽ, അവരിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. കാരണം അവൻ ലൈവിലാണ്, ബോയണ്ടാണ്, അഡാപ്റ്റബിളാണ്. എന്താ ലൈവിൽ എന്ന് പറഞ്ഞാൽ അവൻ വളരെയധികം എനർജറ്റിക്കാണ്, അതുപോലെ തന്നെ ബോയണ്ടാണ്, ഒപ്റ്റിമിസ്റ്റിക്കാണ്, ശുഭാപ്തി വിശ്വാസമുള്ളവനാണ്, ആൻഡ് അഡാപ്റ്റബിളാണ്, എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നവനാണ്. എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയും അവൻ വളരെ പോപ്പുലർ ആവുകയും ചെയ്തു. ഉത്സാഹശീലനും പ്രസന്നവദനനും, അതുപോലെ തന്നെ അവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ഹി വോർ ഹിസ് ഹെയർ ലോങ്, അവൻ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, അവൻ വളരെ രസികനായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നല്ല തമാശക്കാരനായിരുന്നു. വിറ്റ് മീൻസ് തമാശ, അറിയാലോ. ലൈക്ക് ഇറ്റ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ്, അവന് ശാസ്ത്രീയ സംഗീതവും സയൻസ് ഫിക്ഷനും ഇഷ്ടമായിരുന്നു. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്, അവൻ സ്പോർട്സുകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം റോ ആയിരുന്നു. റോയിങ് എന്ന് പറഞ്ഞാൽ തുഴച്ചിലായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. 4th question, വാട്ട് ഡു യു ലേൺ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ചൈൽഡ്ഹുഡ്? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച്. സ്റ്റീഫൻ ഹോക്കിങ് എഡ്യൂക്കേറ്റ് ചെയ്തത് സെൻറ്റ് ആൽബൻസ് സ്കൂളിലാണ്. കൂടാതെ he had no prodigy, and means he's an average student. He was slow in learning and to read, and handwriting was despaired to the teachers. He was an ordinary student and did not top his class. Next question, comment on Hawking's life at Oxford. ഓക്സ്ഫോർഡിലെ ജീവിതം എങ്ങനെയായിരുന്നു? He was very boring with his life at Oxford. He had no sense of purpose at that time. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. And he was not academically motivated either. Next question, what opinion did Hawking's peers at Oxford have about him? അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരുടെ അഭിപ്രായം. He was very popular and well accepted among peers. He was very lively, buoyant, adaptable, and he wore his hair long and famous for wit. Hawking was very intelligent and smart and took part in sports. However, at the end of the 3rd year, Hawking almost floundered. By the end of the 3rd year, എന്തായാലും കൊല്ലത്തിൻ്റെ 3ാം വർഷമായപ്പോഴേക്കും ഹോക്കിംഗ് കാര്യങ്ങൾ കൂടുതൽ ഫ്ലണ്ടേഡായി, കൂടുതൽ വഷളായി തുടങ്ങി. ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലണ്ടേഡ്. ഹി സെലക്റ്റഡ് തിയറിറ്റിക്കൽ ഫിസിക്സ് ആസ് എ സ്പെഷ്യാലിറ്റി. എന്നിട്ട് പറഞ്ഞാണല്ലോ അവൻ തിയറിറ്റിക്കൽ ഫിസിക്സ് ആണ് അവൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എടുത്തിരുന്നത്. He had then applied to do PhD at Cambridge and was accepted on condition that he got first from Oxford. അവന് PhDക്ക് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അപ്ലൈഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഹി ഗോട്ട് ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. അവൻ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാൽ മാത്രമേ അവന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് പോകാൻ അനുവാദമുള്ളൂ. PhD ആണ് ഡോക്ടർ ഓഫ് ഫിലോസഫിയുടെ, അതായത് ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതാണ് PhD. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ്, ഹോക്കിംഗ് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി, വളരെ സക്സസ് ആയിട്ട് തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, പക്ഷെ എക്സാമിനേഷൻ ദിവസം വന്നപ്പോൾ ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്, അവൻ്റെ ആത്മവിശ്വാസമൊക്കെ പോയി പരാജയപ്പെട്ടു. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്റ്റർലി ഓൺ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അവൻ ആ പരീക്ഷയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല,
ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സാവാൻ സാധിച്ചില്ല. ഫസ്റ്റ് ക്ലാസ്സിൻ്റെയും സെക്കൻഡ് ക്ലാസ്സിൻ്റെയും ഇടയ്ക്കുള്ള മാർക്ക് മാത്രമാണ് കിട്ടിയത്. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ ഡിസൈഡ്. ഇപ്പോൾ അവനൊരു ബോർഡർ ലൈനാണ്, അതായത് മാർജിനൽ ലൈനിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് ക്ലാസ്സും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുട്ടികൾക്ക് ദ എക്സാമിനേഴ്സ് സമ്മോൺഡ് ഹോക്കിംഗ് ഫോർ എൻ ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടാവും. അതായത് ആ എക്സാമിനേഴ്സ് അവനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. അവനോട് അവൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇങ്ങനെ ഇടയ്ക്കുള്ള ഈ ബോർഡർ ലൈൻ കേസ് ആയതുകൊണ്ട് ഓക്സ്ഫോർഡിലെ അധികാരികൾ ഒരു അഭിമുഖത്തിന് അവനെ ക്ഷണിക്കുകയാണ്. കാരണം പിന്നെ ആ ഇൻ്റർവ്യൂവിൽ അവൻ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ കിട്ടും. അങ്ങനെ അവൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവൻ എന്താ അതിന് മറുപടി പറയുന്നത്? ഇൻ സ്പൈറ്റ് ഓഫ് ദ ടെൻസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. അവൻ്റെ ഉത്തരം വളരെ രസാവഹമായിരുന്നു. കാരണം ആ ടെൻഷനൊക്കെ മറികടന്നുകൊണ്ടാണ് അവൻ അതിന് ആൻസർ പറയുന്നത്. ഹോക്കി മാനേജ് ടു കം അപ്പ് വിത്ത് എ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അത് ഇന്നും അവൻ്റെ കൂട്ടുകാരിൽ പ്രശസ്തമാണ്. അവൻ്റെ ആ അന്ന് പറഞ്ഞ മറുപടി ഇന്നും അവൻ്റെ കൂട്ടുകാരിൽ പ്രശസ്തമായ വാക്കായിട്ട് നിലനിൽക്കുന്നു. അവൻ പറഞ്ഞു, ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. ഞാൻ ഇവിടേക്ക് പോവും, കാംബ്രിഡ്ജിലേക്ക് പോവും. ഇഫ് ഐ റിസീവ്ഡ് സെക്കൻഡ്, ഇനി സെക്കൻഡാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ്. എന്താ പറഞ്ഞത്? ഞാൻ ഈ ഓക്സ്ഫോർഡിൽ തന്നെ ക്ലാസ് ഇവിടെ തന്നെ തുടരും എന്നാണ് പറയുന്നത്. ഓക്സ്ഫോർഡിൽ തന്നെ തുടരും. സോ ഐ എക്സ്പെക്റ്റ് ദാറ്റ് യു വിൽ ഗീവ് മീ ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ എനിക്ക് തരും എന്നാണ്. ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് വെന്റ് ടു കാംബ്രിഡ്ജ്. അങ്ങനെ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയും അവൻ കാംബ്രിഡ്ജിൽ പോയി പഠിക്കുകയും ചെയ്തു. കാംബ്രിഡ്ജിൽ പോവുകയും ചെയ്തു. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. പക്ഷേ കാംബ്രിഡ്ജിൽ ചെന്ന ആ വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാൾ കൂടുതൽ വഷളായിരുന്നു അവൻ്റെ ആ കൊല്ലം. കാരണം അത്രയ്ക്ക് മോശമായിരുന്നു അവൻ്റെത്. ഹി സ്ലിപ്പ് ഷോർഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം. അവൻ്റെ കണക്കിലുള്ള അറിവ് കുറവ്, അതാണ് സ്ലിപ്പ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അറിവില്ലായ്മ, ചെറിയ വീക്ക്നെസ് ഇതിലുള്ള മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ടുള്ള കോട്ടപ്പ് വിത്തിയും അത് അവനെ വല്ലാതെ ബാധിച്ചു. ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റീവ്ലി എക്സ്ട്രീംലി ടഫ്. അതുകൊണ്ട് തന്നെ ആപേക്ഷികത സിദ്ധാന്തം ആനുപാതികമായിട്ടും അവന് വളരെ പ്രയാസമുണ്ടാക്കുകയാണ് ചെയ്തത്. ജനറൽ റിലേറ്റീവിലും വളരെ ടഫായിട്ടാണ് അവന് തോന്നുന്നത്. ആപേക്ഷികത സിദ്ധാന്തം അല്ലെങ്കിൽ ആനുപാതിക സിദ്ധാന്തം എന്നൊക്കെ പറയും. അനദർ ഫാർ മോർ ഡിസാസ്റ്റേഴ്സ് പ്രോബ്ലം അറൗസ് ദെൻ. പിന്നീടാണ് ഏറ്റവും വലിയ ദുരന്തം അവനിലേക്ക് വന്നത്. ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ. എപ്പോഴായിരുന്നത്? ഓക്സ്ഫോർഡിൻ്റെ തേർഡ് ഇയറിൽ തന്നെ സംഭവിച്ചതാണ്. ഹോക്കിൻ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ചില ലക്ഷണങ്ങൾ അവന് കണ്ടു തുടങ്ങി. ഹി ഹാഡ് എ ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻ്റ് റീസൺ. അവന് ചില പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ അവന് വീഴാൻ തുടങ്ങി. അതായത് അവന് വീഴുന്നത് പോലെ തോന്നി. ദ ഫോളോയിങ് ഓട്ടം. പിന്നെ അടുത്ത ഓട്ടം സീസണിൽ അറ്റ് കാംബ്രിഡ്ജിലെ അടുത്ത ഓട്ടം സീസണിൽ ഹാഡ് എ ട്രബിൾ ടൈങ് ഹിസ് ഷൂസ്. അവൻ്റെ ഷൂവിൻ്റെ ലൈസ് കെട്ടാൻ അവന് ബുദ്ധിമുട്ട് തോന്നി. ആൻഡ് സംടൈംസ് ഹി ഹാഡ് എ ഡിഫിക്കൽറ്റി ടോക്കിംഗ്. ചില സമയത്ത് അവന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് ഒരു ക്രിസ്മസ് വെക്കേഷനാണ് അവൻ്റെ വീട്ടിലേക്കുള്ള ആ വരവിൽ, വെക്കേഷന് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വീട്ടുകാരൊക്കെ അവൻ്റെ ഈ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ, അങ്ങനെ 1963 അദ്ദേഹത്തിൻ്റെ 21ാമത്തെ ബർത്ത്ഡേക്ക് ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. ഹോക്കിങ്ങിന് ഒരു പ്രത്യേക അസുഖം പിടിപെടുകയാണ്. ആ അസുഖത്തിൻ്റെ പേരാണ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. അതായത് ALS എന്ന് പറയാം, MNT മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയും, ALS എന്ന് പറയും, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. അസുഖത്തിൻ്റെ പേര് നന്നായിട്ട് പഠിക്കണം. ഫോർ വിച്ച് ദർ വാസ് നോൺ ക്യൂർ. അതായത് ഒരിക്കലും ഭേദമാകാത്ത ഒരു അസുഖം, ഭേദമാകാൻ വളരെ ബുദ്ധിമുട്ടെടുക്കുന്ന ഒരു അസുഖമാണ്. അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു അന്ന്. എ ഗ്രാജുവൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽ ആൻഡ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ. അതെന്താ ശരിക്ക്? തലച്ചോറിലെയും സ്പൈനൽ കോഡിലെയും നെർവ് സെല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. തലച്ചോറിലെയും നട്ടലിനെയും ബാധിക്കുന്ന ഒരു പ്രത്യേക രോഗമാണ് ഈ രോഗം. ആ രോഗത്തിൽ കൂടി തന്നെ ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദി nerve cells in the spinal cord and the brain. At first he went into deep depression. അവൻ ആകെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. He did not know what he ought to do. ഇനി എന്താണ് ചെയ്യേണ്ടത് അവന് അറിയില്ലായിരുന്നു. Or what his future would be like. അവൻ്റെ ഭാവി എന്തായിത്തീരുമെന്നും അവന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അത് സക്സസ്ഫുൾ ആവോ ഇല്ലേ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായവൻ.
മൈ ഡ്രീംസ് അറ്റ് ദ ടൈം വേർ റാദർ കൺഫ്യൂസ്ഡ്. ഇപ്പോൾ അദ്ദേഹം പറയാം ശരിക്കും ആ സമയത്ത് എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നം ശരിക്കും ആ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഹി അഡ്മിറ്റഡ്, സമ്മതിക്കുകയാണ്. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്, എൻ്റെ ഈ അവസ്ഥ തിരിച്ചറിയുന്നതിന് മുമ്പ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്, ഞാൻ എൻ്റെ ജീവിതവുമായി വളരെയധികം ബോറിംഗ് ആയിരുന്നു. ദർ ഡി നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്, എനിക്ക് മൂല്യമായിട്ടുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെ ചെയ്യുക എന്ന് അറിയില്ലായിരുന്നു. വെർത്തായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ആ സമയത്ത് അവൻ്റെ സ്വപ്നങ്ങൾ വളരെ ക്ലിയർ അല്ലാത്തതായി മാറി. പിന്നെ ഒരു മടുപ്പ് തോന്നിയിരുന്നു അവൻ്റെ ജീവിതത്തിൽ. പക്ഷേ ആശുപത്രിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ അവൻ്റെ ഒരു സ്വപ്നം കണ്ടു. അതാണ് പറഞ്ഞത്, ദെൻ ഹി ഡി നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ് ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഐ ഡ്രീംഡ് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. എന്തായിരുന്നു, അവനെ ആരോ കൊല്ലാൻ പോവുകയാണെന്ന് അവൻ അപ്പോഴാണ് ചിന്തിച്ചത്. കാരണം എക്സിക്യൂട്ടറിന് തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറയുന്നതിനാണ്ട, അവൻ ആരോ കൊല്ലാൻ പോകുന്നതിനാണ് അവൻ സ്വപ്നം കണ്ടു. ഐ സഡൻലി റിയലൈസ്ഡ്, അപ്പം തന്നെ അവൻ തിരിച്ചറിയാണ് ദാറ്റ് ദർ വർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ഡു, ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. ഇഫ് ഐ വേർ റിപ്രൈവ്ഡ്, ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടിയാൽ, അതല്ലേ അവൻ്റെ അസുഖം കുറച്ചുകൂടി അല്ലെങ്കിൽ ഭേദമാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അവൻ ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് ഒരുപാട് വർത്തായിട്ട് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അവൻ തിരിച്ചറിയാണ്. കാരണം അവൻ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതുവരെ അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ആകെ ബോറിംഗ് ആയിട്ടാണ് അവന് ഫീൽ ചെയ്തിരുന്നത്. ഓക്കെ, വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ നൗ. Next question, cite an example to prove that Stephen Hawking was sharp-witted. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഹ്യൂമർ സെൻസുള്ള ആളാണെന്ന് പറയുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ ഡ്യൂറിങ് ദാറ്റ് ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സ്റ്റീഫൻ ഹോക്കിംഗ് മറുപടി പറഞ്ഞത്, ഇഫ് ഹി ഗോട്ട് ഫസ്റ്റ് ഹി വുഡ് മൂവ് ടു കാംബ്രിഡ്ജ് ഓർ എൽസ് ഹി വുഡ് സ്റ്റേ അറ്റ് ഓക്സ്ഫോർഡ്. ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്നും കാംബ്രിഡ്ജിലേക്ക് പോകുമെന്നും, അതല്ല എന്നുണ്ടെങ്കിൽ ഓക്സ്ഫോർഡ് തന്നെ നിൽക്കുമെന്നുള്ളൂ. ദ എക്സാമിനേഴ്സ് ഗേവ് ഹിം എ ഫസ്റ്റ് ആൻഡ് ഹി വെന്റ് ടു കാംബ്രിഡ്ജ്. ഹി യൂസ്ഡ് ഹിസ് വിറ്റ് ടു സെക്യൂർ എ പ്ലേസ് അറ്റ് കാംബ്രിഡ്ജ്. ആ ഒരു വിറ്റ് കാരണം അദ്ദേഹത്തിന് ഒരു സെക്യൂർ പ്ലേസ് കാംബ്രിഡ്ജിൽ കിട്ടാൻ സഹായിച്ചു. കാരണം ഹോക്കിംഗ് നീഡ് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. ഹോക്കിങ്ങിന് ഫസ്റ്റ് കിട്ടണമായിരുന്നു ഓക്സ്ഫോർഡിൽ നിന്നും, എന്നാലേ കാംബ്രിഡ്ജിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ബട്ട് അദ്ദേഹം ഒരു മാർജിൻ ലൈനിൽ, ബോർഡർ ലൈനിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ വിറ്റ് കാരണം അദ്ദേഹത്തിന്റെ കാംബ്രിഡ്ജിലേക്ക് എത്താനുള്ള സഹായം ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ അറ്റ് ഓക്സ്ഫോർഡ്. ഈ ഓക്സ്ഫോർഡിനേക്കാൾ മോശമായിരുന്നു കാംബ്രിഡ്ജിലെ അദ്ദേഹത്തിന്റെ ലൈഫ്. അത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അതിനുള്ള റീസൺ കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. കാരണം ഹോക്കിങ്ങിന്റെ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു എന്നുള്ളതും, ആൻഡ് ഫൗണ്ട് തിയറിറ്റിക്കൽ ഫിസിക്സ് വളരെ ടഫായിട്ട് അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതും. ദെൻ മോറോവർ അദ്ദേഹത്തിന്റെ പിടിപെട്ട അസുഖം അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ബിഗാൻ അഫക്റ്റിംഗ് മോർ പാർട്സ് ഓഫ് ഹിസ് ബോഡി. ആ 3 കാരണങ്ങളാണ് അദ്ദേഹത്തിന്റെ കാംബ്രിഡ്ജ് ലൈഫ് വേഴ്സ് ആവാൻ കാരണം. ഹൗ ഡിഡ് ട്രാജഡി സ്ട്രൈക്ക് ഹോക്കിംഗ് ഷോർട്ട്ലി ആഫ്റ്റർ ഹി 21st ബർത്ത്ഡേ? ഇനി ആ 21st ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു ട്രാജഡി അദ്ദേഹം എങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. Then answer, shortly after his 21st birthday 1963 tragedy struck him. He contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. He went into deep depression. He did not know what to do and what his future would be. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ അസുഖം പിടിപെട്ടതോടുകൂടി ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് കെയിം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്? ഈ ഡിസീസ് ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ മാറ്റം എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് he had many dreams. അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. He said that his dreams were at the time very confused. Before his condition was diagnosed, he had a body with life. But after he came out of hospital, he dreamt that he was going to be executed. ഒരു സ്വപ്നം കാണാണ്, അദ്ദേഹത്തെ വധിക്കാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം വധിക്കപ്പെടുകയാണ് എന്നുള്ളത്. He realized that there were a lot of important things to do if he was given a reprieve. അദ്ദേഹത്തിന് ജീവിതം നീട്ടിക്കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് വർത്തായിട്ടുള്ള കാര്യങ്ങൾ, വർത്തുവയിലായിട്ടില്ലെങ്കിൽ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് ടു ലീവ് ഫോർ സം ടൈം മോർ. ഹോക്കിംഗ് വാസ് ഗെറ്റിംഗ് സം മോർ ടൈം ടു ലീവ് ആൻഡ് ലൈഫ് വാസ് പ്രീഷ്യസ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന ലൈഫ് അത്രയ്ക്ക് മൂല്യബിളാണ് അല്ലെങ്കിൽ വാല്യൂബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്കും അതുപോലെ തന്നെ ലോകത്തിനും വേണ്ടി കാണിച്ചു കൊടുക്കണം. ലോകം അദ്ദേഹത്തെ അറിയപ്പെടണം
എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. It is the time to end of our class. See you the next class.